ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് വേൾഡ് കോറൽ കൺസർവേറ്ററി പ്രൊജക്ട്, സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്, നീലഗിരി താർ, വേൾഡ് ബാങ്ക്സ് ന്യൂ ഫിനാൻസിംഗ് ടൂൾസ്, സുപ്രീം കോർട്ട് വേർഡിക്റ്റ് ഓൺ VVPAT. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേൾഡ് കോറൽ കൺസർവേറ്ററി പ്രൊജക്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വേൾഡ് കോറൽ കൺസർവേറ്ററി പ്രൊജക്ട് എന്ന് പറയുന്നത് യൂറോപ്പിലുള്ള അക്വേറിയങ്ങളിൽ അല്ലെങ്കിൽ ഓഷനോറിയംസിൽ കോറൽസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ വേൾഡ് പേജിനകത്ത് അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കോറൽ സ്പ്രെഡ് ഇൻ എ സൂ ജോയിൻ യൂറോപ്സ് ലാർജസ്റ്റ് റീഫ് ഗിവിംഗ് സയന്റിസ്റ്റ് ഹോപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പ്രൊജക്റ്റ് മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. അത് വേൾഡ് കോറൽ കൺസർവേറ്ററി എന്നുള്ള പേരിലും കൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു പർപ്പസ് അല്ലെങ്കിൽ ഇവരുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, യൂറോപ്പിലുള്ള അക്വേറിയംസിൽ, അതായത് അക്രോസ് ദി യൂറോപ്പ് അവിടെയുള്ള അക്വേറിയംസിനകത്ത് ഒരു കോറൽ ബാങ്ക് ക്രിയേറ്റ് ചെയ്യുകയും അതുവഴി വൈൽഡ് കോറൽ റീഫുകളെ ഈ പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് റീപോപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത്. അപ്പൊ അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അധികം ഒരു എക്സ്റ്റിങ്ഷൻ ത്രെട്ട് ഫേസ് ചെയ്യുന്ന ഒരു സ്പീഷീസ് ആണ് കോറൽ റീഫുകൾ എന്ന് പറയുന്നത്. അതായത് വലിയ രീതിയിലുള്ള കോറൽ ബ്ലീച്ചിങ് പോലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ സീ ലെവൽ റൈസ് കാരണം, അതായത് സീ ലെവലിനകത്തുള്ള അല്ലെങ്കിൽ സീക്കകത്തുള്ള ടെമ്പറേച്ചർ റൈസ് കാരണോ, അതുപോലെ തന്നെ മറ്റുള്ള ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻസ് കാരണമൊക്കെ വലിയ രീതിയിലുള്ള കോറൽ ബ്ലീച്ചിങ് ഇവന്റ്സ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അത് വലിയ രീതിയിൽ ഇതിനെ എക്സ്റ്റിങ്ഷന്റെ വക്കോളം എത്തിച്ച് നിൽക്കുന്ന ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ക്ലൈമറ്റ് ചേഞ്ചും പൊല്യൂഷനും കാരണം കോറൽ റീഫുകൾ ഫേസ് ചെയ്യുന്ന ഒരു ത്രെട്ടിനുള്ള ഒരു സൊല്യൂഷനായിട്ട്, വൺ ഓഫ് ദി സൊല്യൂഷൻ ആയിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റിനെയൊക്കെ ഇപ്പോൾ ആളുകൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് യൂറോപ്പിലുള്ള ആർഹമിലുള്ള ഒരു സൂ ഈ അടുത്ത കാലത്തായിട്ട് സീഷെൽസിന്റെ കോസ്റ്റിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഒരു ഫ്രാഗ്മെന്റ് ഓഫ് കോറൽസിനെ അവിടെ ഇൻഹാബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടെ അവർക്ക് റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് 2020 തൊട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. ഹൈലി റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സക്സസ്ഫുൾ ആവുമെന്നാണ് അവർ വിചാരിക്കുന്നത്. ഇനി അതുകൂടാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില എക്സ്പേർട്ടുകൾ പറയുന്നത്, കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ടുള്ള ബോൾഡർ ആയിട്ടുള്ള എഫേർട്സ് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള കോറൽ റീഫുകൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേണം എന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള റിസ്റ്റോറേഷൻ പ്രൊജക്റ്റുകൾ, ഇത്തരത്തിലുള്ള റിസ്റ്റോറേഷൻ പ്രൊജക്റ്റുകൾ ഒരു ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും കുറച്ചും കൂടി ബോൾഡർ ആയിട്ടുള്ള ഡിസിഷൻസ് അല്ലെങ്കിൽ ആക്ഷൻസ് വേണമെന്ന് പറയുന്ന എക്സ്പേർട്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ കോറൽ റീഫുകളെ കുറിച്ചും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. കോറൽ റീഫുകൾ എന്ന് പറയുന്നത് വളരെ ചെറിയ ചില ക്രീച്ചേഴ്സ് ഉണ്ട്, അതായത് കോറൽസ് അല്ലെങ്കിൽ പോളിപ്സ് എന്ന് അറിയപ്പെടുന്ന വളരെ ചെറിയ ചില ക്രീച്ചേഴ്സ് ഉണ്ട്. ആ ക്രീച്ചേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ക്രീച്ചേഴ്സ് കാരണം ഉണ്ടാകുന്ന റീഫുകളാണ് കോറൽ റീഫുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള പോളിപ്സ് വളരെ ക്ലോസ്ലി നിറ്റഡ് ആയിട്ടുള്ള കിൻഷിപ്പ് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന, അതായത് ഇവർ വളരെ ക്ലോസ് ആയിട്ടുള്ള കിൻഷിപ്പ് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന മറ്റുള്ള ചില സ്പീഷീസുകളുണ്ട്. ഇപ്പൊ ജെൽ ഫിഷുകൾ, അതുപോലെ തന്നെ അനിമോൺസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. അതുപോലെ തന്നെ ഈ കോറൽ റീഫുകൾ എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ എർത്തിൽ ട്രോപ്പിക്കൽ റീജിയനിലുള്ള എവർഗ്രീൻ ഫോറസ്റ്റുകൾ എങ്ങനെയാണോ അതേപോലെ തന്നെ വളരെ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വലിയ ബയോഡൈവേഴ്സിറ്റി പ്രദേശങ്ങൾ കൂടിയാണ് കോറൽ റീഫുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു പീരീഡ് ഓഫ് ടൈം ആകുന്ന സമയത്ത് ഈ കോറൽ റീഫുകൾ കോറൽ ഐലൻഡുകളായിട്ടും പലപ്പോഴും മാറാറുണ്ട്. അതിന്റെ മുകളിൽ സെഡിമെന്റ്സ് അടിഞ്ഞ് ഇത് ഐലൻഡുകളായിട്ട് മാറാറുണ്ട്. ഇപ്പൊ ലക്ഷദ്വീപ് ഐലൻഡുകളൊക്കെ, മാൽദീവ്സ് ഒക്കെ ഇതിനുള്ള എക്സാമ്പിൾസ് ആണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കോറൽ ഈ റീഫുകൾ ബിൽഡ് ചെയ്യുന്ന കോറൽസ് എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ഏരിയാസിലാണ്, അല്ലെങ്കിൽ ട്രോപ്പിക്കൽ വാട്ടേഴ്സിലാണ് ഈ റീഫ് ബിൽഡിംഗ് ആയിട്ടുള്ള കോറൽസിനെ പ്രധാനമായിട്ടും കാണാറുള്ളത്. ഇനി നമ്മുടെ ഇന്ത്യയുടെ കുറെ റീജിയൻസിലും നമുക്ക് കോറൽ റീഫുകൾ കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഗൾഫ് ഓഫ് കച്ച്, ഗൾഫ് ഓഫ് മന്നാർ, പാക് ബേ, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, ലക്ഷദ്വീപ് ഐലൻഡ്സ് എന്നിവിടങ്ങളിലൊക്കെ വലിയ രീതിയിൽ നമുക്ക് കോറൽ റീഫുകൾ കാണാൻ പറ്റും. ഇനി കോറൽ റീഫുകൾ പ്രധാനമായിട്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യപ്പെടാറുണ്ട്. ഫ്രിഞ്ചിങ് റീഫ്, അതുപോലെ തന്നെ ബാരിയർ റീഫ്, അറ്റോൾ എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് സ്മോൾ ഫിനാൻസ് ബാങ്കുകളെ കുറിച്ചാണ്. ഈ സ്മോൾ ഫിനാൻസ് ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 15 ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സ്മോൾ ഫിനാൻസ് ബാങ്ക് ഷുഡ് ബി വർത്ത് 1000 crore ടു ബിക്കം യൂണിവേഴ്സൽ ബാങ്കുകൾ എന്ന് RBI പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ന്യൂസ് ആണിത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് സ്മോൾ ഫിനാൻസ് ബാങ്കുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഒരു നിഷ് ബാങ്കുകളാണ് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഒരു യൂണിവേഴ്സൽ ബാങ്ക് ആവാൻ വേണ്ടിയിട്ട്, യൂണിവേഴ്സൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലുള്ള ഒരു ബാങ്ക് ആവുന്ന യൂണിവേഴ്സൽ സ്കെയിലുള്ള ഒരു ബാങ്കായിട്ട് മാറണമെങ്കിൽ ഇപ്പൊ നിലവിലെ അവസ്ഥയിൽ നേരത്തെ ഈ റിപ്പോർട്ടിനകത്ത് പറഞ്ഞതുപോലെ തന്നെ സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ മിനിമം നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 1000 കോടിയെങ്കിലും ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ
ഒരു അറ്റ്ലീസ്റ്റ് 5 ഇയേഴ്സിനകത്ത് ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള പെർഫോമൻസ് ട്രാക്ക് റെക്കോർഡും അതുപോലെ തന്നെ ഒരു ഷെഡ്യൂൾഡ് സ്റ്റാറ്റസും ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് യൂണിവേഴ്സൽ ബാങ്ക് ആവാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ സ്മോൾ ഫിനാൻസ് ബാങ്കിങ്ങിന്റെ ഷെയർസ് എന്ന് പറയുന്നത് ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിനകത്ത് ലിസ്റ്റഡ് ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 2 ഫിനാൻഷ്യൽ ഇയേഴ്സിനകത്ത് അവർക്ക് നെറ്റ് പ്രോഫിറ്റ്, അതായത് തൊട്ട് മുമ്പത്തെ 2 ഫിനാൻഷ്യൽ ഇയറിനകത്ത് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതുപോലെ തന്നെ അവരുടെ GNPA എന്ന് പറയുന്നത്, NNPA എന്നൊക്കെ പറയുന്നത് ലെസ് ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു 3% ആൻഡ് 1% ആയിരിക്കണം എന്നൊക്കെ ഈ സെയിം പീരീഡിൽ നിന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ യൂണിവേഴ്സൽ ബാങ്കുകളാക്കുന്നതിനുള്ള ക്രൈറ്റീരിയാസ് ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തൊരു മാൻഡേറ്ററി റിക്വയർമെന്റ് ഓഫ് ഐഡന്റിഫൈഡ് പ്രൊമോട്ടർ വേണം എന്നില്ലെങ്കിലും ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊമോട്ടേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ യൂണിവേഴ്സൽ ബാങ്ക് ആവുന്ന ട്രാൻസിഷൻ പീരീഡിലും അവർ കണ്ടിന്യൂ ചെയ്യണം എന്നും പറയുന്നുണ്ട്. ഇതൊക്കെയാണ് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ യൂണിവേഴ്സൽ ബാങ്കുകൾ ആവാനുള്ള ക്രൈറ്റീരിയാസ് ആയിട്ട് ഇപ്പോൾ പുതുതായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ എന്നും കൂടി മനസ്സിലാക്കുക. സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ബേസിക് ആയിട്ടുള്ള ബാങ്കിങ് സർവീസസ്, ഓക്കെ, അതായത് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് അതുപോലെ തന്നെ ലെൻഡിങ് ഒക്കെ കൊടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ബാങ്കുകളാണ് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനുള്ള ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അതിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് സേവിങ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അൺസേർവ്ഡ് ആയിട്ടുള്ള അണ്ടർസേർവ്ഡ് ആയിട്ടുള്ള സെക്ഷൻസ് ഓഫ് ദി പോപ്പുലേഷൻ ഈ സേവിങ്സ് ബാങ്കിന്റെ സർവീസസ് അല്ലെങ്കിൽ ഈ പറയുന്ന സേവിങ്സ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ അവർക്ക് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ സ്മോൾ ബിസിനസ് യൂണിറ്റുകൾ, സ്മോൾ ആൻഡ് മാർജിനലൈസ്ഡ് ഫാമേഴ്സ്, മൈക്രോ സ്മോൾ ഇൻഡസ്ട്രീസ്, അവർക്കൊക്കെ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ പർപ്പസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് നീലഗിരി താറിനെ കുറിച്ചാണ്. സോ നീലഗിരി താർ എന്ന് പറയുന്നത്, ഇതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ നീലഗിരി താറുകളെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സർവേ നടത്താൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് ഇപ്പോൾ തമിഴ്നാട് ഗവൺമെന്റ്. അപ്പോൾ അതിനുള്ള ഒരു പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത് ഈ നീലഗിരി താറുകളെ എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറയുന്ന സ്റ്റാറ്റസിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ ഏപ്രിൽ 29 തൊട്ടാണ് ഇവർ ഈ സർവേ ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കോൺടാക്സിൽ ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 7-നകത്ത് അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺടാക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ഈ 3 ഡേ സർവേ എന്ന് പറയുന്നത് ഈ നീലഗിരി താറിന്റെ പോപ്പുലേഷനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നടത്തുന്നത്. നിലവിൽ IUCNന്റെ റെഡ് ലിസ്റ്റിനകത്ത് ഒരു എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയിട്ടാണ് ഇതിനെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1972-നകത്ത് നീലഗിരി താറിന് ഷെഡ്യൂൾ 1-നകത്ത്, അതായത് ഏറ്റവും ഹയസ്റ്റ് പ്രൊട്ടക്ഷൻ ഉള്ള ഷെഡ്യൂൾ 1-നകത്താണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ ഏകദേശം 3000-ഓളം നീലഗിരി താറുകൾ, ഓക്കെ, നീലഗിരി താറുകൾ ഈ വെസ്റ്റേൺ ഗട്ട്സിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അതിന് ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഉള്ളത് ആനമലൈ ടൈഗർ റിസർവിനകത്താണ്. ഓക്കെ, ഇനി ഈ പറയുന്ന ഈ നീലഗിരി താറുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ ഒരു സർവേ എന്ന് പറയുന്നത് തമിഴ്നാട് ഗവൺമെന്റ് ഒറ്റക്കല്ല നടക്കുന്നത്. അവർ പകരം വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചർ, വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, IUCN എന്നീ സംഘടനകളുമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഇത് നടത്താൻ പോകുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ സർവേക്കകത്ത് അവർ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത് ഒരു ബേസ് ലൈൻ ഡാറ്റ ഫ്രം ദി സർവേ ആണ്. അതായത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റെബിലൈസിങ് ദി പോപ്പുലേഷൻ, അതുപോലെ തന്നെ ആ പോപ്പുലേഷൻ നേരിടുന്ന ത്രെട്ടുകൾ അഡ്രസ് ചെയ്യുക, അതുപോലെ തന്നെ ഇവരെ പൊട്ടൻഷ്യലി മറ്റുള്ള സൈറ്റുകളിലേക്ക്, ഉദാഹരണത്തിന് സത്യമംഗലം ടൈഗർ റിസർവ് പോലുള്ള പ്രദേശങ്ങളിലേക്ക് നീലഗിരി താറുകളെ റീഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സർവേയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് വേൾഡ് ബാങ്ക്സ് ന്യൂ ഫിനാൻസിങ് ടൂൾസിനെ കുറിച്ചാണ്. സോ വേൾഡ് ബാങ്കിന്റെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്ന അവരുടെ മീറ്റിങ്ങിനകത്ത് ചില പുതിയ ഫിനാൻസിങ് ടൂൾസ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രധാനമായിട്ടും ഇപ്പൊ ലോകം നേരിടുന്ന ചില ചാലഞ്ചസിനെ, എസ്പെഷ്യലി ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ പോലുള്ള ചാലഞ്ചസിനെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പുതിയ ടൂളുകൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ടൂളുകൾ എന്ന് പറയുന്നത് ഒന്ന് ദ ലിവബിൾ പ്ലാനറ്റ് ഫണ്ട്, രണ്ടാമതായിട്ട് പോർട്ട്ഫോളിയോ ഗ്യാരണ്ടി പ്ലാറ്റ്ഫോം, മൂന്നാമതായിട്ട് ഹൈബ്രിഡ് ക്യാപിറ്റൽ ഇൻസ്ട്രുമെന്റ് എന്നീ 3 അപ്പോൾ അത് പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഡീറിസ്കിംഗ് പ്രോഗ്രാംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ് അട്രാക്ട് ചെയ്യുക, അതുപോലെ തന്നെ വേൾഡ് ബാങ്കിന്റെ ലെൻഡിങ് കപ്പാസിറ്റി എൻഹാൻസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ 3 ടൂളുകളുടെ ഭാഗമായിട്ട് ലോകത്തിലുള്ള 11 വെൽത്തി കൺട്രീസ് ചേർന്നുകൊണ്ട് ഏകദേശം ഒരു $11 ബില്യൺ സപ്പോർട്ട് ഈ പുതിയ ഫിനാൻസിങ് മെക്കാനിസത്തിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ജപ്പാനാണ് ഇതിനകത്ത് ഫസ്റ്റ് കോൺട്രിബ്യൂഷൻ മേക്ക് ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി ഈ പറയുന്ന ലിവബിൾ പ്ലാനറ്റ് ഫണ്ടിലേക്ക് ഫസ്റ്റ് കോൺട്രിബ്യൂഷൻ മേക്ക് ചെയ്തിട്ടുള്ളത് ജപ്പാനാണ്. ഓക്കെ,
ഇനി ലിവബിൾ പ്ലാനറ്റ് ഫണ്ട് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് ക്ലൈമറ്റ് റെസിലിയൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾക്ക്, അതായത് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രൊജക്റ്റുകൾ, ക്ലൈമറ്റ് റെസിലിയൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾക്ക് ഫണ്ട് മൊബിലൈസ് ചെയ്യുക അല്ലെങ്കിൽ റിസോഴ്സസ് മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ലിവബിൾ പ്ലാനറ്റ് ഫണ്ടിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ ക്ലൈമറ്റ് റെസിലിയൻ്റ് പ്രൊജക്റ്റുകൾ കൂടാതെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവുകൾക്കും റിസോഴ്സസ് മൊബിലൈസ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഈ ലിവബിൾ പ്ലാനറ്റ് ഫണ്ടിനുണ്ട്. ഇനി അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറയുന്ന ഈ പോർട്ട്ഫോളിയോ ഗ്യാരണ്ടി പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ ഹൈബ്രിഡ് ക്യാപിറ്റൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് വേൾഡ് ബാങ്കിന്റെ ഡെവലപ്മെന്റ് ഗോളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊജക്റ്റുകൾക്ക് അലൈൻ ചെയ്യുന്ന രീതിയിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നൊക്കെ അഡീഷണൽ ആയിട്ടുള്ള ഫണ്ടുകൾ ലിവറേജ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കയ്യിൽ നിന്നും പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നും അഡീഷണൽ ഫണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ പോർട്ട്ഫോളിയോ ഗ്യാരണ്ടി പ്ലാറ്റ്ഫോമിന്റെയും അതുപോലെ തന്നെ ഹൈബ്രിഡ് ക്യാപിറ്റൽ ഇൻസ്ട്രുമെന്റിന്റെയും ഒരു ഇന്റൻഡഡ് പേർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് സുപ്രീം കോർട്ട് വേർഡിക്റ്റ് ഓൺ VVPAT ആണ്. സോ ഇപ്പോൾ റീസെന്റ് നമ്മുടെ ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ ഇലക്ഷൻ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പെറ്റീഷൻസ് സുപ്രീം കോടതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഈ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന രീതിയുമായിട്ട് ബന്ധപ്പെട്ട്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ കൂടെ വരുന്ന VVPAT അത് കംപ്ലീറ്റ്ലി കൗണ്ട് ചെയ്യണം, ക്രോസ് ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് പെറ്റീഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അങ്ങനെയുള്ള ചില പെറ്റീഷൻസിൽ ഇപ്പോൾ സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 10 അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ VVPAT അല്ലെങ്കിൽ വോട്ടേഴ്സ് വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽസ് എന്ന് മനസ്സിലാക്കുക. സോ ഇത് 2014 ലോക്സഭ ഇലക്ഷന്റെ സമയത്താണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനകത്ത് വോട്ട് രേഖപ്പെടുത്തുന്ന സമയത്ത് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ഈ VVPAT മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആർക്കാണോ വോട്ട് ചെയ്തത് അതിൻ്റെ ഒരു റെസിപ്റ്റ് പ്രിന്റ് ഔട്ട് ആയിട്ട് വരും. അത് നമുക്ക് എടുക്കാനൊന്നും പറ്റില്ല, പക്ഷെ നമുക്ക് ജസ്റ്റ് അതിനകത്ത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് VVPAT പ്രിന്റർ അല്ലെങ്കിൽ VVPAT മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ VVPAT മെഷീനകത്ത് 2 പാർട്ടുകളാണുള്ളത്. ഒരു VVPAT പ്രിന്ററും അതുപോലെ തന്നെ ഒരു VVPAT സ്റ്റാറ്റസ് ഡിസ്പ്ലേ യൂണിറ്റും ഉണ്ടാവും. ഇത് രണ്ടും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ വോട്ട് കാസ്റ്റ് ചെയ്തത് കറക്റ്റ് ആയിട്ടാണെന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വോട്ടേഴ്സിനെ സഹായിക്കുന്ന ഒന്നാണ് VVPATകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഇലക്ഷൻ സിസ്റ്റത്തിനകത്ത് കുറച്ചും കൂടി ട്രാൻസ്പെറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ VVPAT മെഷീൻസ് അല്ലെങ്കിൽ VVPATകൾ ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ കേസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിലെ ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആയിട്ടുള്ള അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ്. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് സ്കീമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസിനകത്തുള്ള പ്രധാനപ്പെട്ട കക്ഷികളിലൊന്നാണ് ഈ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറയുന്നത്. അവരും അതുപോലെ തന്നെ ഒരു അഭയ് ബാഗ്ചന്ദ്, അതുപോലെ തന്നെ അരുൺ കുമാർ അഗർവാൾ എന്നീ ഇൻഡിവിജ്വൽസ് ഒക്കെ ചേർന്നിട്ടാണ് ഈ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ കേസിനകത്തുള്ള അവരുടെ പ്രധാനപ്പെട്ട പ്രേ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആവശ്യം എന്ന് പറയുന്നത്, ഇപ്പൊ നിലവിൽ നമ്മുടെ ഇന്ത്യയിലെ ഈ ഇലക്ഷനിലെ വോട്ട് കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഈ VVPATകൾ മുഴുവനായിട്ടും ക്രോസ് ചെക്ക് ചെയ്യുന്ന ഒരു പരിപാടി ഇല്ല. പകരം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനകത്തുള്ള വോട്ടുകൾ കൗണ്ട് ചെയ്യും. അതിന്റെ കൂടെ ഒരു റാൻഡം വെരിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ഓരോ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലെയും 5 റാൻഡമായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള 5 പോളിംഗ് സ്റ്റേഷനുകളിൽ നിന്നുള്ള VVPATകളും എണ്ണുന്ന അല്ലെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നിലവിൽ നടക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഡിസ്ക്രിപ്പൻസീസ് ഒന്നും ഇല്ലാന്ന് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ അതിന് പകരം 100% VVPATകൾ ക്രോസ് ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ കൗണ്ട് ചെയ്യണം എന്നുള്ളതാണ് ഈ പെറ്റീഷണേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി ഈ ഒരു വിധി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ വിധിക്കകത്ത് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മുടെ നിലവിലുള്ള ഇലക്ഷനകത്തുള്ള വോട്ടിംഗ് പ്രോസസ്സോ അല്ലെങ്കിൽ കൗണ്ടിംഗ് പ്രൊസീജിയറോ മാറ്റമില്ലാതെ തുടരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വോട്ടിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ളതുപോലെ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും വോട്ടിംഗ് നടക്കുക. അതുപോലെ തന്നെ എല്ലാ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസും VVPATുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അത് പണ്ടത്തെ പോലെ തന്നെ പേപ്പർ സ്ലിപ്പുകൾ ജനറേറ്റ് ചെയ്യും, കാര്യങ്ങളൊക്കെ നടക്കും. അതുപോലെ തന്നെ കൗണ്ടിംഗ് പ്രൊസീജിയറിന്റെ കേസിലും പഴയ പോലെ തന്നെ ഈ റാൻഡംലി സെലക്റ്റഡ് ആയിട്ടുള്ള 5% VVPATകൾ മാത്രമായിരിക്കും അല്ലെങ്കിൽ VVPATകൾ മാത്രമായിരിക്കും ഇതിന്റെ കൂടെ ക്രോസ് ചെക്ക് ചെയ്യുക എന്നും പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് മാറ്റമൊന്നുമില്ല. പക്ഷെ പുതുതായിട്ട് മാറുന്നതായിട്ട് പറയുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സംഭവമാണ് സിമ്പിൾ ലോഡിംഗ് യൂണിറ്റ്സ് അല്ലെങ്കിൽ SLUs എന്ന് പറയുന്നത്. അപ്പോൾ ഈ VVPATകളിലേക്ക്
കാൻഡിഡേറ്റ്സിന്റെ സിമ്പിൾസ് ലോഡ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഈ സിമ്പിൾ ലോഡിംഗ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇത് ഇലക്ഷൻ റിസൾട്ട് വന്ന് 45 ദിവസം വരെ ഇത് സീൽ ചെയ്ത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസ്പ്യൂട്ട് വരികയാണെങ്കിൽ അത് ക്രോസ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഇത്തരത്തിൽ ഈ സിമ്പിൾ ലോഡിംഗ് യൂണിറ്റുകൾ സീൽ ചെയ്തുകൊണ്ട് 45 ഡേയ്സ് വരെ സൂക്ഷിക്കണം എന്നുള്ളത് ഒരു ഫസ്റ്റ് ടൈമാണ് സുപ്രീം കോടതി ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് ഈ കാൻഡിഡേറ്റ്സിന് EVMസിനെ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഈ സുപ്രീം കോടതി വിധിക്കാത്തുണ്ട്. അതായത് ഒരു ഇലക്ഷൻ കഴിഞ്ഞു, അതിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്തതിന് ശേഷം 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ എത്തുന്ന കാൻഡിഡേറ്റ്സ് ഇലക്ഷൻ റിസൾട്ട് വന്ന് 7 ദിവസത്തിനകത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ EVMs ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ പറയുന്ന കാൻഡിഡേറ്റ്സിന്റെ റെപ്രസെന്റേറ്റീവ്സ് അല്ലെങ്കിൽ കാൻഡിഡേറ്റുകളോ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന്റെ റെപ്രസെന്റേറ്റീവ്സോ ചേർന്നുകൊണ്ട് അവരുടെ കൂടെ അവരും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഈ വെരിഫിക്കേഷൻ നടത്താൻ പറ്റും. പക്ഷേ ഈ വെരിഫിക്കേഷൻ ചെയ്യുന്നത് EVM മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസിന്റെ അല്ലെങ്കിൽ അതിന്റെ മാനുഫാക്ചേഴ്സിന്റെ എഞ്ചിനീയേഴ്സ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റ് ഈ കാൻഡിഡേറ്റ്സ് വഹിക്കണമെന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ടാമ്പറിങ് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ കോസ്റ്റ് റീഫണ്ടബിൾ ആണെന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ സുപ്രീം കോടതി വിധിക്കാത്ത ഒരു സജഷൻ ആയിട്ട് പറയുന്നൊരു കേസ് എന്ന് പറയുന്നത് ഈ VVPAT സ്ലിപ്പുകൾ ഇപ്പൊ അത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാനുള്ള ഒരു കാരണം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈ 100% VVPATകൾ കൗണ്ട് ചെയ്യണമെന്നുള്ള ആവശ്യത്തിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ്. അത് മാനുവലി കൗണ്ട് ചെയ്യുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല, നമുക്ക് ടൈം ഡിലേസും കൂടുതൽ എക്സ്പെൻസസും വരുന്നു. അതുപോലെ തന്നെ മാനുവലി കൗണ്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എറേഴ്സ് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു പ്രശ്നം കൊണ്ടാണ് ഇത് കൗണ്ട് ചെയ്യുന്നില്ല, VVPATകൾ കംപ്ലീറ്റ്ലി കൗണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. പക്ഷെ ഒരു സജഷൻ ആയിട്ട് ഈ വിധിക്കകത്ത് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ VVPAT സ്ലിപ്പുകൾ കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷീൻസ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് ഈ VVPAT സ്ലിപ്പുകൾ കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെഷീൻസ് യൂസ് ചെയ്യുന്ന ഒരു പോസിബിലിറ്റി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പരിഗണിക്കണം എന്ന് ഒരു സജഷൻ പോലെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ VVPATകളിൽ ബാർകോഡുകൾ പ്രിന്റ് ചെയ്യാനുള്ള ഒരു ചോയ്സും ഒരു ഓപ്ഷനും കൂടി ഈ വിധിക്കകത്ത് ഒരു സജഷൻ പോലെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനകത്തൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള റൂളിംഗ് ഒന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇതൊരു മാൻഡേറ്ററി ആയിട്ട് അതായത് നടപ്പിലാക്കേണ്ട ഒരു കാര്യമായിട്ടല്ല പറയുന്നത്. ഒരു സുപ്രീം കോടതിന്റെ ഭാഗത്തു നിന്ന് ഒരു സജഷൻ പോലെയാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.